ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നപ്പോൾ വീണ്ടും ഒരു മൂവി സജഷനുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. വെറൈറ്റി എന്ന് നിസ്സംശയം പറയാവുന്ന ഒരു ഫിലിം തന്നെയാണ് ഇന്ന് സെലക്ട് ചെയ്തേക്കുന്നത്. വെറൈറ്റി ഒരൽപ്പം കൂടി പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ചോര കണ്ട് അറപ്പ് മാറി കിടിലങ്ങൾക്കും ഇനി അറപ്പ് മാറ്റി കിടില ആവാൻ ഉദ്ദേശിക്കുന്നവർക്കും പറ്റിയ ഒരു ഫിലിമാണ്. ബട്ട് ആ പേര് അങ്ങോട്ട് പറഞ്ഞു തരുന്നതിന് മുന്നേ ഇങ്ങോട്ട് കിട്ടേണ്ട സബ്സ്ക്രൈബിങ് അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ചെയ്തേക്കുമല്ലോ. ലൈക്ക് ഞാൻ ആദ്യമേ ചോദിക്കുന്നില്ല, വീഡിയോ കഴിഞ്ഞിട്ട് ഇഷ്ടമായെങ്കിൽ മതി. അപ്പോൾ വേഗം തന്നെ നമുക്ക് മൂവിയിലേക്ക് പോവാം. ഇന്നത്തേതപ്പോൾ ഒരു അമേരിക്കൻ ബ്ലാക്ക് കോമഡി ഹൊറർ ഫിലിമാണ്. ഒരു ആവറേജ് അമേരിക്കൻ ചെറുപ്പക്കാരൻ പുള്ളി സോഷ്യൽ മീഡിയയിൽ ഒന്ന് വൈറലായി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു നിസ്സാര പരിപാടിയാണ് ഈ പടത്തിന്റെ തീം. നമ്മൾ ഈ ബ്ലാക്ക് കോമഡി മൂവിയുടെ പശ്ചാത്തലത്തിൽ നിസ്സാരം എന്ന് പറയുമ്പോൾ ഊഹിക്കാലോ, കുറച്ച് ആൾക്കാരൊക്കെ ലൈറ്റ് ആയിട്ടൊന്ന് മർഡർ ചെയ്ത് അത് ലൈവ് സ്ട്രീം ചെയ്ത് കാണിച്ച് ഫേമസ് ആവുക എന്നുള്ളതാണ് പുള്ളി കണ്ടെത്തിയേക്കുന്ന വഴി. എങ്ങനെയുണ്ട്? 2020 ഇറങ്ങിയ ഈ ഫിലിമിന്റെ പേര് സ്പ്രീ എന്നാണ്. സ്ട്രേഞ്ചർ തിങ്സ് കണ്ടിട്ടുള്ളവർക്ക് അതിൽ വൺ ഓഫ് ദ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ആണല്ലോ സ്റ്റീവ്. ആ റോള് ചെയ്യുന്ന ജോ കേറി എന്ന് പറയുന്ന ചുള്ളനാണ് സ്പ്രീ നമ്മുടെ ഈ കില്ലർ പ്രൊട്ടഗോണിസ്റ്റ് ക്യാരക്ടർ അവതരിപ്പിക്കുന്നത്. ഒരു ഒന്നൊന്നര പെർഫോമൻസ് ആണ് ചെയ്തേക്കുന്നത്. വെറും കില്ലറായിട്ടല്ല, ഒരു പക്ക ന്യൂജൻ ചിൽ സൈക്കോ ആയിട്ട് അങ്ങ് അഴിഞ്ഞാടിയേക്കുവാണ് പുള്ളി. സ്റ്റീവ് ആയിട്ട് അഭിനയിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ബോയ് ഇമേജിനൊക്കെ കൂടി ഒരു കല്ലെ വെച്ച് അടിച്ചു പൊടിച്ച് റെഡിയാക്കി ഷേപ്പ് മാറ്റി കംപ്ലീറ്റ്ലി ഇതിൽ കേർട്ട് കങ്കിൾ എന്ന് പറയുന്ന റോളിലേക്ക് അങ്ങ് മാറിയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്നൊന്ന് മൂവിയുടെ പ്ലോട്ടിനെ പറ്റി പറഞ്ഞാൽ, സോഷ്യൽ മീഡിയ ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു റൈഡ് ഷെയർ ഡ്രൈവർ, അതായത് നമ്മുടെ ഊബർ ഒക്കെ പോലെ ഒരു സർവീസിന് വേണ്ടിയിട്ട് കാർ ഓടിക്കുന്ന ചെറുപ്പക്കാരൻ, അതാണ് നമ്മുടെ കേർട്ട് കങ്കിൾ. പുള്ളി ആളിപ്പോ തൽക്കാലം ഒരു ഡ്രൈവർ ആണെങ്കിലും പുള്ളിയുടെ പാഷൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ ആവുക എന്നുള്ളതാണ്. അതിനായിട്ട് കുറച്ച് കാലമായിട്ട് തന്നെ ആൾ മെനക്കെടുന്നുണ്ട്, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല. ഇനിയിപ്പോ നോക്കിയിട്ട് പെട്ടെന്നൊന്ന് വൈറലാവാൻ ആശയം കണ്ടെത്തിയ വഴിയാണ് കുറച്ച് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും പരിപാടി അവതരിപ്പിച്ച് ഒറ്റയടിക്ക് അങ്ങ് റീച്ച് കിട്ടുക എന്നുള്ളത്. അതിനായിട്ട് പുള്ളി കണ്ടെത്തിയിരിക്കുന്ന വഴിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. റൈഡ് ഷെയർ ചെയ്യാനായിട്ട് പുള്ളിയുടെ കാറിലേക്ക് കയറിയിരിക്കുന്ന പാസഞ്ചേഴ്സ് ഇല്ലേ, അവര് തന്നെയാണ് കേട്ട് പുള്ളിയുടെ ഈ ലൈവ് സ്ട്രീം ടെലികാസ്റ്റ് പരിപാടിക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തേക്കുന്നത്. ക്യാബിലൊക്കെ കയറുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോ, റീച്ച് കിട്ടാൻ നോക്കി നടക്കുന്നവരങ്ങ് അമേരിക്ക മാത്രമല്ല ഉള്ളത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. കേർട്ട് ഈ പരിപാടി തുടങ്ങുന്നത് ആക്ച്വലി മർഡർ എന്നുള്ള ഉദ്ദേശത്തിലല്ല, ആളുകളെ ചില വഴികളിലൂടെ അപായപ്പെടുത്തുക, അങ്ങനെ കിട്ടുന്ന വിഷ്വൽസ് യൂസ് ചെയ്യുക എന്നതാണ് ആക്ച്വൽ പ്ലാൻ. ബട്ട് പുള്ളിയുടെ ഉദ്ദേശം ഇത്ര ഇന്നസെന്റ് ആണെന്ന് കസ്റ്റമേഴ്സിന് അറിയില്ലല്ലോ, അപ്പൊ അവരുടെ സഹകരണം പ്രതീക്ഷിക്കാനും പറ്റില്ല. അങ്ങനെ ഈ ചെയ്യുന്ന കാര്യം അങ്ങ് എസ്കലേറ്റ് ആവുന്നതും കേർട്ട് അങ്ങ് ഒരു ഫുൾ ബ്ലോൺ മാനിയാക്ക് ആവുന്നതും അങ്ങനെ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ അതൊരു മർഡർ സ്പ്രീ ആയിട്ട് മാറുന്നതാണ് സ്പ്രീ എന്ന മൂവിയിലൂടെ നമ്മൾ കാണുന്നത്. നമ്മൾ ഇന്ത്യൻ മൂവീസിൽ അധികം അങ്ങനെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഫൗണ്ട് ഫുട്ടേജസ് വിഷ്വൽസ് ആണ് ഈ ഫിലിം യൂസ് ചെയ്തേക്കുന്നത്. ഫൗണ്ട് ഫുട്ടേജ് എന്ന് പറയുന്ന ഒരു സിനിമാറ്റിക് ടെക്നിക്കാണ്. അതായത് മറ്റാരെങ്കിലും ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോ റെക്കോർഡിങ്സ് നമുക്ക് കിട്ടിയിട്ട് നമ്മൾ അതെല്ലാം കൂടെ ചേർത്ത് വെച്ചൊരു മൂവി ആക്കിയാലൊക്കെ ഉണ്ടാവും. അങ്ങനെ ചെയ്യുന്ന കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ് ആണ് ഫൗണ്ട് ഫുട്ടേജ് സിനിമ എന്ന് പറയുന്നത്. ദ ബ്ലെയർ വിച്ച് പ്രോജക്ട്, പാരനോർമൽ ആക്ടിവിറ്റി, ഇതൊക്കെ ഫൗണ്ട് ഫുട്ടേജ് ടെക്നിക് യൂസ് ചെയ്ത് എടുത്തിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള മൂവീസ് ആണ്. മലയാളത്തിൽ തന്നെ കോവിഡ് ടൈമിൽ ഇറങ്ങി നമ്മുടെ സ്വന്തം ഫഹദ് ഒക്കെ അഭിനയിച്ച മഹേഷ് നാരായണന്റെ സീ യു സൂൺ ഇല്ലേ, അത് ഈ ഫൗണ്ട് ഫുട്ടേജിൽ തന്നെ ഒരു സബ് ജോണർ ആയിട്ടുള്ള സ്ക്രീൻ ലൈഫ് എന്ന കാറ്റഗറി വരുന്ന ഫിലിമാണ്. സ്പ്രീയിലും അപ്പോൾ നമ്മുടെ ഈ കേർട്ട് ഷൂട്ട് ചെയ്തതും ഹിഡൻ ക്യാമറാസിലൂടെ റെക്കോർഡ് ചെയ്തതുമായിട്ടുള്ള ക്ലിപ്സിനെ പിന്നീട് ഒരു ഫിലിം ആക്കിയേക്കുന്ന രീതിക്കാണ് നമ്മൾ കാണുന്നത്. സ്ക്രീനിൽ നമ്മളിപ്പോൾ കാണുന്നത് ഫുൾ വയലൻസും വളരെ ബ്ലഡിയും ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും മൂവിയുടെ മോട്ടീവിലുള്ള ഒരു മോറൽ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിലെ സ്റ്റോറിയിലെ ഒരു വാല്യൂ നോക്കിയാൽ, സോഷ്യൽ മീഡിയ ഒരാളുടെ മേളിൽ ഇമ്പോസ് ചെയ്യുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ചില തോട്ട്സ്, അതിന്റെയൊക്കെ ഡാർക്ക് സൈഡ്സ്, എല്ലാവരെയും അല്ലെങ്കിൽ ചിലരെങ്കിലും അതിലെ പ്രഷർ മോശമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതി, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ഹീറോ വർഷിപ്പ് ചെയ്യാനുള്ള മോബ് മെന്റാലിറ്റി, അങ്ങനെയുള്ള ആംഗിളോട്ടും പ്രീച്ച് അല്ലത് ബട്ട് ഓപ്പൺ ആയിട്ട് തന്നെ എടുത്ത് പറയുന്നുണ്ട്. അത് പക്ഷേ ഇതിന്റെ സ്റ്റോറി ടെല്ലിങ്ങിനെയോ എൻജോയബിലിറ്റിയോ ഒരു തരത്തിലും എഫക്ട് ചെയ്യാത്ത രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടെ എടുത്ത് പറയാം, സോഷ്യൽ മീഡിയ മോശമാണെന്നൊരു പഴഞ്ചം ഔട്ട്ലുക്ക് അല്ല ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. ആൾക്കാരുടെ മെന്റൽ ഹെൽത്ത്, ഫേക്ക് ആറ്റിറ്റ്യൂഡ്സ്, ജലസി, എന്ത് ചെയ്തും ഫേമസ് ആകാനുള്ള ഒരു വ്യഗ്രത, ഇങ്ങനെയുള്ള സൈക്കോളജിക്കൽ ടോപ്പിക്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെ ഒരു പ്രിമൈസിൽ ബേസ് ചെയ്ത് ആ ഒരു ഫീൽഡുമായിട്ട് കണക്ട് ചെയ്ത് നിർത്തി ഡിസ്കസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇതേ ടോപ്പിക്സ് വേണ്ടി ഒരു കോർപ്പറേറ്റ് ലാഡർ ക്ലൈംബിങ്ങിന്റെയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിലോ ഒക്കെ കാണിക്കാം എന്ന് വെച്ച് ആ ഫീൽഡൊക്കെ മോശമാവില്ലല്ലോ. ഇവിടെ 2020 സോഷ്യൽ മീഡിയ ബൂമിന്റെ ഒക്കെ ഒരു ട്രെൻഡ് ആയിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺ കൊണ്ടോ ഈ ഫിലിം മേക്കേഴ്സ് അത് ഈ രീതിയിൽ എടുത്തു തന്നെ ഉള്ളൂ. ഫിലിമിന്റെ കുറച്ച് നെഗറ്റീവ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതിൽ ഒന്നെന്ന് പറയുന്നത് ഇതൊരു ലോ ബഡ്ജറ്റ് മൂവി ആണെന്ന് പല പോർഷനിലും വളരെ എവിഡന്റ് ആയിട്ട് തന്നെ അറിയാൻ പറ്റും. സിനിമാറ്റോഗ്രഫി ആയാലും യൂസ് ചെയ്തേക്കുന്നതായിട്ട് കാണുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ ആയാലും കോസ്റ്റ് കട്ടിങ് വളരെ പ്രകടമായിട്ട് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ഇതിൽ ഫിലിം മേക്കിങ്ങിന് യൂസ് ചെയ്തേക്കുന്ന ഫൗണ്ട് ഫുട്ടേജ് ടൈപ്പ് വിഷ്വൽസ്, അത് മൂവിക്ക് ഒരു റിയലിസ്റ്റിക് ഫീൽ കൊടുക്കാൻ ഹെൽപ്ഫുൾ ആണെങ്കിലും ഒരു ഫിലിം എന്ന രീതിയിൽ നോക്കുമ്പോൾ ആ ഫുട്ടേജസിന്റെ ഒക്കെ ക്വാളിറ്റി കുറച്ച് ശോകമാണ്. അതായത് ഈ ഷേക്കി ആയിട്ടുള്ള വിഷ്വൽസ്, ഗോപ്രോ ഒക്കെ വെച്ചെടുത്ത ഷോട്ട്സ്, ലൈവ് സ്ട്രീം ക്യാപ്ചർ ചെയ്ത പോലത്തെ സീൻസ്, ഇതൊക്കെ ഒരു റിയലിസ്റ്റിക് ആംഗിളിൽ നോക്കുമ്പോൾ ലോജിക്കലാണ്. ബട്ട് ആ കാര്യം സക്സീഡ് ചെയ്യുമ്പോൾ അവർക്ക് അവിടെ സിനിമാറ്റിക് ഫീൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. രണ്ടും കൂടെ നടക്കുമോ, അപ്പൊ അതൊരു നെഗറ്റീവ് അല്ലല്ലോ എന്ന് തോന്നിയാൽ ആക്ച്വലി രണ്ടും ഒരേപോലെ ഹാൻഡിൽ ചെയ്ത് സക്സസ് ആയിട്ടുള്ള മൂവീസ് വേറെ ഉള്ളത് കൊണ്ട് അത് നമുക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തന്നെ പറയാം. പിന്നെ വേറൊരു ഡ്രോബാക്ക്,
നമ്മുടെ ഈ കേർട്ട് എന്ന് പറയുന്ന ക്യാരക്ടർ ഒഴികെ ഫിലിമിൽ വരുന്ന ബാക്കി ആൾക്കാരുടെ എല്ലാ റോൾസ് കുറച്ചധികം കാരിക്കേച്ചറിഷ് ഫീൽ ആണ് തരുന്നത്. അതായത് അത്ര വലിയ എഫേർട്സ് എടുക്കാത്തുള്ള ഒരു റൈറ്റിംഗ് നടത്തിയിട്ട് ആക്ടേഴ്സ് അപ്പ് കൈയിൽ നിന്നിട്ട് പെർഫോം ചെയ്യുന്ന അത് കുറച്ചുകൂടി ഓവർ ദ ടോപ്പ് ഫീൽ തരുകയും ചെയ്യുന്ന പോലെയാണ്. ബട്ട് ഇങ്ങനെയൊക്കെ ഫോൾസ് ഉണ്ടെങ്കിലും നമ്മൾ സ്പ്രീ എന്ന ഈ ക്രൈം കോമഡി മൂവി കാണാനുള്ള മെയിൻ റീസൺ അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലോട്ടും ആ പ്ലോട്ടിലൂടെ ട്രാവൽ ചെയ്ത് പോകുന്ന കേർട്ട് ആയിട്ടുള്ള ജോക്കിയുടെ അപാര പെർഫോമൻസും കാണാൻ വേണ്ടിയിട്ടാണ്. വെറും 1.5 മണിക്കൂറുള്ള ഒരു ഫിലിമാണ് സ്പ്രീ. ഒരു ബ്ലാക്ക് കോമഡി മൂവി ഇഷ്ടമുള്ള ആൾക്ക് ആ ഒരു അത്രയും ടൈം അത് കാണാനായിട്ട് മാറ്റി വെക്കാൻ ഈ 2 റീസൺ തന്നെ ധാരാളമാണ്. അതുകൊണ്ട് എന്തായാലും ഒന്ന് കാണാൻ നോക്കുക, കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരുന്നവരെ ബൈ.